ശ്രീ സർ, നമസ്കാരം. നമസ്കാരം. ഡൽഹിയിൽ നേടിയ ചരിത്രപരമായിട്ടുള്ള വിജയം ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പല നേതാക്കളും പല സംസ്ഥാനങ്ങളിലേക്കും കണ്ണു വെക്കുകയാണ്. വെസ്റ്റ് ബംഗാളിലേക്ക്, പശ്ചിമ ബംഗാളിലേക്കാണ് ബി ജെ പിയുടെ അടുത്ത ഊഴം, അടുത്ത കണ്ണ് എന്ന് പറയുന്നത്. സുവേന്ദു അധികാരിയെ പോലുള്ള നേതാക്കളൊക്കെ, പ്രതിപക്ഷ നേതാക്കളൊക്കെ ഇപ്പം മമതയെ വീഴ്ത്താൻ ഞങ്ങൾ തയ്യാറാണ്, അടുത്ത വർഷം മമത വീണിരിക്കും തുടങ്ങിയ പ്രസ്താവനകളൊക്കെയാണ് നടത്തുന്നത്. എന്തായാലും ഡൽഹി നൽകിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി. ആ ഒരു പ്രതീക്ഷയോടുകൂടി അവർ നീങ്ങിയാൽ ബംഗാളിനെ വീഴ്ത്താൻ വേണ്ടി സാധിക്കുമോ? നിലവിൽ സാധാരണക്കാർക്കിടയിലൊക്കെ മമതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു തരംഗം, ഒരു ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് ഒക്കെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് സാധിക്കുമോ? ഗൗതം, ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അപ്രാപ്യമായിട്ടൊന്നുമില്ല എന്നാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് തെളിയിച്ചത്. കാരണം കേവലം 2 MLA-മാരുണ്ടായിരുന്നിടത്ത് നിന്ന് അത് കഴിഞ്ഞ തവണ 8 MLA-മാരായിട്ട് അവിടെ നിന്ന് 48 MLA-മാരിലേക്ക് വളരുക എന്നത് ചെറിയൊരു കാര്യമല്ല. ഒരു പക്ഷേ കേന്ദ്ര തലത്തിൽ നമ്മൾ മൊത്തത്തിലുള്ള സ്റ്റേറ്റുകളെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുമായിട്ട് ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനിലേക്ക് വന്നിരുന്ന ഒരു പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ ആ ആം ആദ്മി പാർട്ടിയെ അവരുടെ ടർഫിൽ വെച്ചിട്ട് വീഴ്ത്താനായിട്ടും ഡൽഹിയിൽ 27-28 വർഷത്തിന് ശേഷം അധികാരം പിടിക്കാനായിട്ടും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അപ്രാപ്യമായിട്ടുള്ള ഒന്നുമില്ല. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആം ആദ്മി പാർട്ടിയുടെ പരാജയം കേവലം ബി ജെ പിക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം എന്നതിനപ്പുറത്തേക്ക് ടി എം സിക്ക് ഒരു സെറ്റ് ബാക്കാണ്. കാരണം അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രണ്ടായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ടി എം സി അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചത് ആം ആദ്മി പാർട്ടിക്കാണ്. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് ഒരു പങ്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള നമ്മൾ രാഷ്ട്രീയ കക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ അത് കേവലം ആം ആദ്മി പാർട്ടി മാത്രമല്ല, ടി എം സിയും ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഡൽഹിയിൽ ബി ജെ പി ആം ആദ്മി പാർട്ടിയെ വീഴ്ത്തിയപ്പോൾ ടി എം സി പിന്തുണച്ച ആം ആദ്മി പാർട്ടിയാണ് വീഴ്ത്തിയത് എന്ന രീതിയിലത്തേക്ക് മേനി നടിക്കാനായിട്ട് ഒരുപക്ഷെ സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാർക്ക് ബംഗാളിൽ സാധിക്കും. അത് തന്നെയുമല്ല, സുവേന്ദു അധികാരി പറയുന്നത് മാത്രമല്ല, അതായത് ബി ജെ പി സ്റ്റേറ്റ് ഘടകത്തിന് മാത്രം ആത്മവിശ്വാസമല്ല, കേന്ദ്ര പെട്രോളിയം മിനിസ്റ്ററായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ബംഗാളാണെന്ന്. എന്ന് വെച്ചാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്നെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഡൽഹി പിടിച്ചു, അടുത്തതിനി ബംഗാളിലേക്കാണ് എന്നാണ്. പക്ഷെ അത് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ല. ഡൽഹിയിലേതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ ഡൽഹിയിലേതുള്ള അത്രത്തോളം ഗ്രിപ്പ് ഒരു പക്ഷേ ബി ജെ പിക്ക് ബംഗാളിൽ ഇല്ലതാനും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ വർഷം നടന്നിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2021 കേരളത്തിൽ നടന്ന അതേ സമയത്ത് തന്നെ നടന്നിരുന്ന ബംഗാളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്, 2021 നടന്നിരുന്ന കൽക്കട്ടയിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് അങ്ങും ഇങ്ങും ചില മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് ടി എം സിയുടെ ഒരു അപ്രമാദിത്വം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതായത് മമതാ ബാനർജി ഒരു ഏകാധിപത്യ പ്രവണതയുള്ള നേതാവാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ടെങ്കിലും ഇന്ത്യ സഖ്യത്തിലുള്ള പല നേതാക്കന്മാരുമായിട്ട് പോലും അവർ ഒത്തുപോകുന്നില്ല. അപ്പോൾ എല്ലാ ആൾക്കാരോടും ശത്രുത കീപ്പ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരിയാണ്, നേതാവാണ് എന്നൊക്കെയുള്ളൊരു ഇംപ്രഷൻ ഉള്ളപ്പോൾ പോലും ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതൊരു മുദ്രാവാക്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിനോട് വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ച് ഒരു സമുദായത്തിനോട് തന്നെ തനിക്കൊരു എതിർപ്പുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള വ്യാഖ്യാനങ്ങൾക്ക് കാരണമായിട്ടുള്ള കുറേയധികം പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മൊത്തത്തിലുള്ള ജനകീയ പിന്തുണ എന്നത് അൺചാലഞ്ചഡ് തന്നെ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് പ്രതികൂലമായിട്ട് വരാവുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഈ ആൻറ്റി ഇൻകംബൻസി ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് RG കർ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഒരുപക്ഷെ സർക്കാരിൻ്റെ ഇടപെടൽ ആ റേപ്പ് ആൻഡ് മർഡർ കേസിൽ അത്രത്തോളം കാര്യക്ഷമമായിരുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണമുണ്ട്, സർക്കാർ നേരിടുന്നുണ്ട്. അത് ഒരുപക്ഷെ ഡൽഹിയിലുണ്ടായിരുന്ന നിർഭയ വിഷയവുമായി കമ്പയർ ചെയ്യാവുന്ന രീതിയിലത്തേക്കാണ്. കാരണം നിർഭയ വിഷയമൊക്കെ മുന്നിലുള്ളപ്പോൾ തന്നെ പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് തൃപ്തികരമായിരുന്നില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. രണ്ടാമതുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സന്ദേശ് ഖാലിയാണ്. സന്ദേശ് ഖാലി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ ടി എം സിക്ക് വലിയൊരു തിരിച്ചടി എന്ന രീതിയിലാണ്. അവരുടെ തന്നെ ചില നേതാക്കന്മാർ, ഇപ്പോൾ ഷെയ്ഖ് ഷാജഹാനെ പോലെയുള്ള ചില നേതാക്കന്മാരുടെ ഇൻവോൾവ്മെൻ്റ് അതിലുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപങ്ങൾ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 2 ആരോപണങ്ങൾ, സമാന സ്വഭാവമുള്ള 2 ആരോപണങ്ങളിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമാവില്ല. ഇതിനെ എത്രത്തോളം ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഒരുപക്ഷെ അവിടെ ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളതാണ് വിഷയം.
പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, BJP വിരുദ്ധ വോട്ടുകളെ അട്രാക്ട് ചെയ്യാനായിട്ടാണ് ആം ആദ്മി പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റ് കക്ഷികളും ഒക്കെ തന്നെ ശ്രമിച്ചത്. BSP ഒക്കെ തന്നെ ഇവിടെ വെവ്വേറെ മത്സരിച്ചിരുന്നതാണ്. അതേപോലെ നമ്മളിപ്പോൾ ബംഗാളിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായ പിന്തുണ ഒരു ഇന്ത്യ മുന്നണി കക്ഷിക്കും നൽകാത്ത TMCക്ക് പിന്തുണ നൽകേണ്ടതിൻ്റെ ആവശ്യകത ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് പാർട്ടികൾക്കുമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ശരി BJP എതിർക്കുന്നതിന് വേണ്ടി TMCക്ക് പിന്തുണ കൊടുക്കാം എന്ന ഒരു തത്വത്തിലേക്ക് പോകേണ്ടുന്ന ആവശ്യം അവിടെ മറ്റുള്ള ഇന്ത്യ മുന്നണികൾ കക്ഷികൾക്കില്ല. അതിപ്പോൾ CPM ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ മറ്റൊരു പാർട്ടിക്കും അവർ എത്രത്തോളം ദുർബലരാണ് എങ്കിൽ പോലും അവർക്ക് TMCക്ക് പിന്നിലേക്ക് വെയിറ്റ് എറിയേണ്ടുന്ന കാര്യമില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ TMC ഒറ്റയ്ക്കും മറ്റുള്ള ആൾക്കാരെല്ലാം വെവ്വേറെയും നിൽക്കുകയും BJP ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് മമതാ ബാനർജിയുടെ ഏകാധിപത്യത്തിനെതിരെ എന്ന രീതിയിലത്തേക്കുള്ള ഒരു മുദ്രാവാക്യവും കൂടി വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ രീതിയിലത്തേക്കുള്ള ഒരു പ്രോഗ്രസ് BJPക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം നമ്മൾ ഹരിയാന തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിലും കണ്ടത് BJPയുടെ മെഷീനറിയെ ഗ്രൗണ്ട് ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് RSS ആണ്. അപ്പോൾ ബംഗാളിലും RSSന് വലിയ റൂട്ടുകളുണ്ട്. അപ്പോൾ RSS ഫോർ ഫ്രണ്ടിലേക്ക് വരിക, അതല്ല എങ്കിൽ പിന്നണിയിൽ തന്നെ നിന്നുകൊണ്ട് ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഡൽഹിയിലേതിന് സമാനമായിട്ടുള്ള ഒരു വിക്ടറി ഓർക്കസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പരമാവധി അവർ ശ്രമിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ അടുത്തിടെ RSSൻ്റെ ചീഫായിട്ടുള്ള മോഹൻ ഭാഗവത് ഏതാണ്ട് 1.5 ആഴ്ചയാണ് ബംഗാളിൽ ചെലവഴിച്ചത്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ലെവൽ കോർഡിനേഷൻ ഉൾപ്പെടെയുള്ള കുറേയധികം കാര്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ RSS സന്നദ്ധമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം അവിടെയുണ്ട്. പിന്നെ നമ്മൾ ഈ ഡൽഹിയിലേത് അപ്രാപ്യമല്ല എങ്കിൽ മറ്റെങ്ങും അപ്രാപ്യമല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ്, അതായത് ഡൽഹിയിൽ ഒരു പക്ഷേ 2 സീറ്റ് മാത്രം BJPക്ക് ഉണ്ടായിരുന്ന ഒരു സമയം, നമുക്ക് ഈ 2016 സമയം, ആ സമയത്ത് ബംഗാളിൽ എത്ര സീറ്റാണ് BJPക്ക് ഉള്ളത്? നിയമസഭയിൽ 3 സീറ്റാണുള്ളത്. ഇപ്പോൾ 2021 വന്നപ്പോൾ BJPക്ക് അത് 8 സീറ്റ്, 2ൽ നിന്ന് 8 ആയിട്ടാണ് ഡൽഹിയിൽ വന്നത് എങ്കിൽ ബംഗാളിൽ വന്നിരിക്കുന്നത് 3ൽ നിന്ന് 66ഓളമാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വരുന്ന സമയത്ത് 70+, പിന്നെ നിലവിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 66ആണ്. ഒരു 5 വർഷത്തെ കാലയളവിൽ 3ൽ നിന്ന് 66ലേക്കൊക്കെ കുതിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഉഗ്രൻ ഉശിരൻ കുതിപ്പാണ്. അപ്പോൾ അന്ന് ആൾക്കാർ BJPയെ അന്നും BJP ഉദ്ദേശിച്ച നേട്ടം ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ്? 2021 അധികാരം പിടിക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. 294 അംഗങ്ങളാണ് അവിടുത്തെ നിയമസഭയിലുള്ളത്. അപ്പോൾ അതിൽ വലിയൊരു ശതമാനം വോട്ട്, 50% മുകളിലേക്ക് സീറ്റുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് BJP അവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരുന്ന ടാർഗറ്റ്. ആ ടാർഗറ്റിനെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് BJP അന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരാലും നിരീക്ഷകന്മാരാലും ഒക്കെ തന്നെ വിമർശിക്കപ്പെട്ടത്. പക്ഷേ അവരുടെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2016 കേവലം 3 സീറ്റ് ഉള്ളിടത്ത് നിന്നാണ് 5 വർഷം കഴിയുമ്പോഴേക്ക് 60-ലധികം സീറ്റിലേക്ക് വരുന്നത്. അത് വലിയ വളർച്ചയാണ്. പക്ഷെ അപ്പോഴും ഉണ്ടായിരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 294 അംഗങ്ങളുള്ള നിയമസഭയിൽ BJPയെ TMCയെ സംബന്ധിച്ചിടത്തോളം 210-220 സീറ്റിന് മുകളിലുണ്ട്. എന്ന് വെച്ചാൽ അത് അവരുടെ ഒരു കോട്ടയാണ്. ഇതിനെ മറികടക്കാനായിട്ട് അവർക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ്. ഡൽഹിയിലെ 2 8ഉം പിന്നീട് 48ഉം ആകുമെങ്കിൽ ബംഗാളിലെ 3 66ലേക്കും പിന്നീട് ഒരുപക്ഷെ ഈ പറയുന്ന വലിയ സംഖ്യ 150-ന് മുകളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മമതാ ബാനർജിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ജനവിരുദ്ധമായിട്ടുള്ള നിലപാട്, ഒരുപക്ഷെ ഈ സന്ദേശ് ഖാലി പോലെയുള്ള വിഷയങ്ങൾ, RG-കർ ഹോസ്പിറ്റൽ പോലെയുള്ള വിഷയങ്ങൾ, പിന്നീട് RSSൻ്റെ മെഷീനറി, ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുകയും ഒപ്പം ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികൾ യാതൊരു പിന്തുണയും ഒരു മേഴ്സിയും മമതാ ബാനർജിയോട് കാണിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ BJPക്ക് ഉള്ള ഒരു പ്രശ്നം ആഭ്യന്തരമായിട്ട് അവിടുത്തെ BJPയിലുള്ള ചില പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TMCക്ക് 22 സീറ്റും BJPക്ക് 18 സീറ്റും എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നെക്ക് ആൻഡ് നെക്കാണ്, 22-18. പക്ഷേ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോഴേക്കും BJP അവിടെ നിന്ന് വളരേണ്ടതായിരുന്നു. പക്ഷേ അവർക്ക് സംഭവിച്ച നഷ്ടമെന്ന് പറയുന്നത് 6 സീറ്റുകളുടെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 22 ആയിരുന്ന TMC 7 സീറ്റ് വർദ്ധിപ്പിച്ച് 29ലേക്ക് വന്നപ്പോൾ BJP പ്രോഗ്രസ് ചെയ്യേണ്ടിയിരുന്നിടത്ത് നിന്ന് 18-ൽ നിന്നത് 12ലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെ അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയത്തില്ലേ, ടു ഗിവ് എ റൺ ഫോർ മണി എന്നൊക്കെ പറയുന്നത് പോലെ ഈ മമതാ ബാനർജിക്ക് ഒരു വലിയ ശ്രമകരമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യമായിരിക്കും അടുത്ത വർഷം BJP പ്രസൻറ്റ് ചെയ്യുക. അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജിയെ വീഴ്ത്താൻ BJPക്ക് സാധിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏതൊരു സ്റ്റേറ്റിലെയും വിജയം എന്ന് പറയുന്നത്
അവർക്ക് അടുത്ത ലക്ഷ്യമാണ്, തൊട്ടടുത്ത ലക്ഷ്യമാണ്, അത് കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ആത്മവിശ്വാസം അവരുടെ അണികളിലും സ്റ്റേറ്റ് ലീഡർഷിപ്പിലും കൊടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് BJPക്ക് ബംഗാൾ എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, ഇപ്പോൾ ഇതിൻ്റെതായിട്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. അതായത് ഇപ്പം ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിൽ പോര് മുറുകുകയാണ്. മമത തന്നെ ഇന്ത്യ സഖ്യത്തിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സഖ്യത്തിനെ കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ കാര്യമുള്ളതെന്നടക്കം മമത ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അടുത്ത വർഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമാണ് മമത പറയുന്നത്. ആ ഒരു ആത്മവിശ്വാസം നിലവിൽ ബംഗാളിലുണ്ടോ, ഈ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള? അല്ല, ആത്മവിശ്വാസം അവർക്ക് നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ തവണ BJPയുടേത് 3-ൽ നിന്ന് അതിൻ്റെ എത്ര ഇരട്ടി, ഒരു 20 ഇരട്ടിയിലധികമുള്ള വർധനയാണ് അവർക്ക് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പോലും അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് 200-ലധികം സീറ്റുകൾ, അതായത് 294 സീറ്റുകളുള്ളതിൽ 200-ലധികം സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. കേവല ഭൂരിപക്ഷത്തിൽ തട്ടിയും മുട്ടിയും വന്നിരിക്കുകയല്ല, TMC ഒറ്റയ്ക്ക് നിന്നിട്ട് 200-ലധികം സീറ്റ് എടുക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിനോടൊപ്പം നമ്മൾ കാണേണ്ടതാണ് ഈ കഴിഞ്ഞ വർഷം നടന്നിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ്. അതായത് 2021 നിയമസഭയിൽ ഇത്രയും വലിയ ഓളം BJP ഉണ്ടാക്കിയിട്ടും 200-ലധികം സീറ്റ് നിയമസഭയിൽ, ഒപ്പം കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് അതിനെ വർദ്ധിപ്പിച്ച് 29ലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസി തീരെയില്ല എന്നും ജനറൽ ഇന്ത്യ ട്രെൻഡിനൊപ്പമല്ല ബംഗാൾ എന്നും ഒരു സന്ദേശം കൊടുക്കാനായിട്ട് മമതാ ബാനർജിക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മമതയുടെ ഏറ്റവും വലിയ ഗുണവും ദോഷവും എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന BJP വിരുദ്ധത ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്ന, മറ്റുള്ള സഖ്യകക്ഷികൾ ആരും ഒപ്പം വേണ്ടാത്ത രീതിയിലത്തേക്ക് പറയാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രോമിനൻ്റ് ലീഡറാണ്. പിന്നെ അവർക്ക് മറ്റുള്ള കുറേയധികം ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഇന്ത്യ സഖ്യത്തിനെ മൊത്തത്തിലെടുത്താൽ പോലും അതിൽ ശക്തമായി പറയാൻ കഴിയുന്നത് ഒരു സ്ത്രീ നേതാവില്ല. അപ്പോൾ ആദേശിയൊക്കെ ഡൽഹിയിൽ വരുന്ന സാഹചര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഒരു പ്രത്യേക സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന ആൾ പോലുമല്ല മമതാ ബാനർജി. അവർക്ക് ഇത് എൻ്റേതാണ്, എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്നതാണ് എന്ന രീതിയിലത്തേക്കുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് വന്ന ഒരു നേതാവാണ്. അതാണ് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കാതൽ. അതുകൊണ്ട് അതിനെ മറികടന്ന് പോവുക എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPക്ക് ശ്രമകരമാണ്. മമതയെ ബംഗാളിൽ വീഴ്ത്താനായിട്ട് സാധിച്ചാൽ BJPക്ക് പിന്നീട് ഇന്ത്യയിൽ ഏത് സ്ഥലത്തും, കേരളത്തിൽ ഉൾപ്പെടെ എന്ത് തരത്തിലുള്ള അത്ഭുതവും പ്രകടിപ്പിക്കാനായിട്ട് കഴിയുമെന്നാണ് കരുതേണ്ടത്. കാരണം മമത അത്രത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർട്രസിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ്. അവരെ വീഴ്ത്താൻ സാധിച്ചു കഴിഞ്ഞാൽ എനിത്തിങ് ഈസ് പോസിബിൾ. എന്തായാലും വളരെയധികം നന്ദി സാർ. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് ഉയർന്നു വരുന്ന ഒരു വിജയമാണ് പല തെരഞ്ഞെടുപ്പുകളിലും BJP കാണിച്ചിട്ടുള്ളത്. ഡൽഹി നമ്മളെ അത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു വിജയം വരുന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർക്ക് കാണിക്കാൻ പറ്റുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. RSS എന്ന് പറയുന്ന ഒരു വലിയൊരു ശക്തിയുണ്ട്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് പല കോട്ടകളെയും പൊളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് BJP ക്യാമ്പ് ഇപ്പം വിശ്വസിക്കുന്നുണ്ട്. ആ പൊളിക്കൽ അടുത്തത് വെസ്റ്റ് ബംഗാളിലായിരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പല രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഇനിയും രൂപപ്പെടാനുണ്ട്. അപ്പോൾ എന്തായാലും വെസ്റ്റ് ബംഗാൾ പൊളിക്കാൻ വേണ്ടിയിട്ട് BJPക്ക് സാധിക്കട്ടെ. ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ. നന്ദി ഗൗതം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.